ഹലോ. ജനറൽ ഇലക്ഷൻ 2025 അഥവാ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രേഖയാണ് ഫോം N10A അഥവാ പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് പാർട്ട് 1, രണ്ടാമത്തേത് പാർട്ട് 2, മൂന്നാമത്തേത് പാർട്ട് 3. എങ്ങനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻ ഓർ ഡിക്ലറേഷൻ ബൈ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഭാഗം 3 ഭാഗവും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇതാണ് ഡിക്ലറേഷൻ ബൈ പ്രിസൈഡിംഗ് ഓഫീസർ ഫോം N10A. ഇതിന് പ്രധാനമായിട്ടും 3 ഭാഗമുണ്ട്. അതിലൊന്നാമത്തെ ഭാഗമാണ് ഡിക്ലറേഷൻ ബൈ പ്രിസൈഡിംഗ് ഓഫീസർ. അതിലേറ്റവും മുകളിൽ ഡിക്ലറേഷൻ ബൈ പ്രിസൈഡിംഗ് ഓഫീസർ ബിഫോർ ദ കമൻസ്മെൻറ്റ്സ് ഓഫ് പോൾ ഫോർ ദി ഇലക്ഷൻ 2. പോൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി, സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി ഓരോ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഒരു ഡിക്ലറേഷൻ, ഇലക്ഷനെ സംബന്ധിച്ചൊരു ഡിക്ലറേഷൻ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. അതാണ് പാർട്ട് 1. അവിടെ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഫോം തെറ്റാതെ പൂരിപ്പിക്കുക. ഇവിടെ ഏത് ഭാഗത്തേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്, ബ്ലോക്ക് പഞ്ചായത്താണോ, ഗ്രാമപഞ്ചായത്താണോ, ജില്ലാ പഞ്ചായത്താണോ, ഇവിടെ അതിൻ്റെ പേരെഴുതുക. തൊട്ട് താഴെ സീരിയൽ നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ, പോളിംഗ് സ്റ്റേഷൻ്റെ പേര് തെറ്റാതെ അവിടെ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് പോൾ, ഏത് ദിവസമാണ്, പ്രധാനമായും 2 ദിവസമാണ് നമുക്ക് ഇലക്ഷൻ നടക്കുന്നത്. കേരളത്തിൽ 9-ാം തീയതിയും മറ്റൊന്ന് 11-ാം തീയതിയും. അപ്പോൾ ഏത് ഡേറ്റിലാണെന്ന് വെച്ചാൽ ആ ഡേറ്റ് അവിടെ തെറ്റാതെ എഴുതുക. താഴെയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിച്ച്, പ്രഖ്യാപനങ്ങൾ കൃത്യമായി വായിച്ച്, അതിൻ്റെ വലതുഭാഗത്ത് സിഗ്നേച്ചർ എന്നുള്ള സ്ഥലത്ത് അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുക. എന്നിട്ട് താഴെ നെയിം ഓഫ് പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് ഇടതുഭാഗത്ത് സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ്, ആ സമയത്ത് അവിടെ സന്നിഹിതരായിട്ടുള്ള പോളിംഗ് ഏജൻസിനെ കൊണ്ട് ഇവിടെ ഒപ്പിടിക്കണം. 4 പേരെ കൊണ്ട് ഒപ്പിടിക്കാം. ഇനി അവിടെ എത്ര ആളാണുള്ളത്, 2 ആളേ ഉള്ളുവെങ്കിൽ ആ 2 ആളെ കൊണ്ട് അവിടെ ഒപ്പിടിച്ച്, ഇടതുഭാഗത്ത് ഒപ്പിടിച്ച് അവിടെ ബ്രാക്കറ്റിൽ ഓഫ് കാൻഡിഡേറ്റ് ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒപ്പിട്ട പോളിംഗ് ഏജൻസ് ഏത് സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജൻറ്റാണെന്ന് വെച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ പേരും അവിടെ രേഖപ്പെടുത്തുക. തൊട്ട് താഴെ പോളിംഗ് ഏജൻറ്റ്സ് ഡിക്ലൈൻ ടു അഫിക്സ് ഹിസ് സിഗ്നേച്ചർ ഓൺ ദിസ് ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷൻ്റെ താഴെ ഒപ്പിടാൻ വിസമ്മതിച്ച ആളുകൾ ആരാണെന്ന് വെച്ചാൽ അവരുടെ പേരും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയുടെ പേരുമാണ് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രിസൈഡിംഗ് ഓഫീസർ വലതുഭാഗത്ത് ഒപ്പുവെക്കുക. താഴെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരും രേഖപ്പെടുത്തുക. ഇടതുഭാഗത്ത് ഏത് ദിവസമാണോ പോളിംഗ് നടക്കുന്നത് അഥവാ ഈ ഫോം എന്നാണോ പൂരിപ്പിക്കുന്നത് ആ ദിവസത്തെ ഡേറ്റ് അവിടെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. ഇതാണ് പാർട്ട് 1, പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻ്റെ പാർട്ട് 1 അതാണ്. ഇനി പാർട്ട് 2, രണ്ടാമത്തെ ഭാഗമായ പാർട്ട് 2, ഡിക്ലറേഷൻ ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് അറ്റ് ദ ടൈം ഓഫ് യൂസിങ് സബ്സീക്വൻറ്റ് EVM അഥവാ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേട് വരികയാണെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെങ്കിൽ, പുതിയ മെഷീൻ അറ്റാച്ച് ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ മാത്രം പ്രിസൈഡിംഗ് ഓഫീസർമാർ പൂരിപ്പിക്കേണ്ട ഒരു ഫോമാണ് പാർട്ട് 2. അവിടെയും ഏത് ഏത് പഞ്ചായത്തിലേക്കാണോ, ബ്ലോക്കിലേക്കാണോ, ജില്ലയിലേക്കാണോ ഇലക്ഷൻ നടക്കുന്നത് അവിടെ എഴുതുക. സീരിയൽ നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ, അതിൻ്റെ പേരെഴുതുക. ഡേറ്റ് ഓഫ് പോൾ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുക. തൊട്ട് താഴെ വലതുഭാഗത്ത് സിഗ്നേച്ചർ ആൻഡ് നെയിം ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ രേഖപ്പെടുത്തുക. താഴെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോളിംഗ് ഏജൻസിനെ കൊണ്ട് നിർബന്ധമായിട്ട് ഒപ്പിടിക്കണം. അവർ പോളിംഗ് ഏജൻറ്റ് ഇവിടെ ഒപ്പിടുക. അതിൻ്റെ വലതുഭാഗത്ത് ആ പോളിംഗ് ഏജൻറ്റ് ഏത് സ്ഥാനാർത്ഥിയുടേതാണെന്ന് വെച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ പേരും അവിടെ രേഖപ്പെടുത്തുക. താഴെ ഒപ്പിടാൻ വിസമ്മതിച്ച ആളുകളുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസാണ് തൊട്ട് താഴെ എഴുതേണ്ടത്. വലതുഭാഗത്ത് വീണ്ടും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുക, ഡേറ്റ് എഴുതുക, ടൈം എഴുതുക. ഇതാണ് ഈ ഫോം പാർട്ട് 2 പൂരിപ്പിക്കേണ്ടത്. മെഷീനറി ഏതെങ്കിലും സമയത്ത് പോളിംഗ് നടക്കുന്ന സമയത്ത് മെഷീൻ മാറ്റിവെക്കേണ്ട ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമാണ് ഈ പാർട്ട് 2 എന്ന് പറയുന്ന ഫോം പൂരിപ്പിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇത് പൂരിപ്പിക്കേണ്ടതില്ല. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ ഭാഗമാണ് പാർട്ട് 3. ഇവിടെ ഡിക്ലറേഷൻ അറ്റ് ദി എൻഡ് ഓഫ് പോൾ, നമ്മുടെ പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നടത്തേണ്ട, പ്രിസൈഡിംഗ് ഓഫീസർ നടത്തേണ്ട ഒരു പ്രഖ്യാപനമാണ്.
അതിൻ്റെ ആ ഫോമാണ് ഈ കാണുന്നത്. അതിൽ മുകളിലുള്ള നിർദ്ദേശങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം വലതു ഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുക. തൊട്ട് താഴെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പേര്, ഇടതു ഭാഗത്ത് പ്രിസൈഡിംഗ് എന്നാണോ ഇലക്ഷൻ നടക്കുന്നത് ആ നടക്കുന്നതിൻ്റെ ഡേറ്റ് അവിടെ രേഖപ്പെടുത്തുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർമാർ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് അഥവാ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് 24A അഥവാ വോട്ടേഴ്സ് അക്കൗണ്ട് ഓഫ് വോട്ടർ റെക്കോർഡ് എന്ന് പറയുന്ന ആ 24A ഫോം ഫില്ല് ചെയ്ത് അത് കൈപ്പറ്റിയ ഒരു കോപ്പി നിർബന്ധമായിട്ട് നമ്മൾ പോളിംഗ് ഏജൻസിന് കൈമാറേണ്ടതുണ്ട്. അത് കൈപ്പറ്റിയ പോളിംഗ് ഏജൻസിനെ കൊണ്ട് ഇവിടെ ഒപ്പിടിക്കണം. ആ പോളിംഗ് ഏജൻറ്റ് ഏത് സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റാണെന്ന് വെച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് അവിടെ എഴുതുക. 4 പേര് ഉണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ എത്ര പേരാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ ഒപ്പുവാങ്ങുക. അതിന് തൊട്ട് താഴെ ഫോളോയിങ് ഏജൻറ്റ്സ് ഹൂ വേർ പ്രസൻറ്റ് അറ്റ് ദി ക്ലോസ് ഓഫ് പോൾ ഡിക്ലൈൻഡ് ടു റിസീവ് ആൻ അറ്റസ്റ്റ് കോപ്പി ഓഫ് പാർട്ട് 1 ഓഫ് ഫോം 24A അഥവാ അക്കൗണ്ട് ഓഫ് വോട്ടർ റെക്കോർഡ് എന്ന് പറയുന്ന 24A ഫോം കൈപ്പറ്റാൻ വിസമ്മതിച്ച ആളുകൾ പോളിംഗ് ഏജൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ്, ഇവിടെ സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് അല്ല വേണ്ടത്, ഇവിടെ അവരുടെ പേരും ആരാണോ 24A കൈപ്പറ്റാൻ വിസമ്മതിച്ച ആളുകൾ ആരൊക്കെയാണോ അവർ എന്ന് പറഞ്ഞാൽ 24A വിതരണം കിട്ടാത്ത ആളുകൾ ആരാണോ, ഫോം കൈപ്പറ്റാൻ വിസമ്മതിച്ച ആളുകൾ ആരാണോ അവരുടെ പേരും അവരുടെ കാൻഡിഡേറ്റിൻ്റെ പേരുമാണ് ഇവിടെ എഴുതേണ്ടത്. അതെല്ലാം എഴുതി താഴെ വീണ്ടും വലതുഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരും ഇവിടെ തെറ്റാതെ എൻട്രി ചെയ്യുക. ഇടതുഭാഗത്ത് പോളിൻ്റെ ഡേറ്റ്, ഇലക്ഷൻ ഡേറ്റ് അവിടെ എഴുതുക. എപ്പോഴാണ് അതിൻ്റെ സമയം എന്നുള്ളതും അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിക്ലറേഷൻ ബൈ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. 3 ഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗവും നിർബന്ധമായിട്ടും എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർമാരും തയ്യാറാക്കി വെക്കേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തെ പാർട്ട് 2 എന്ന് പറയുന്ന ഭാഗം EVM മെഷീനറികൾ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ആ ഫോം ഫില്ല് ചെയ്യേണ്ടതില്ല. ഏതായാലും ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ട ഫോമാണ്. അത് തെറ്റാതെ തയ്യാറാക്കാൻ എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർമാരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.